ഹലോ, മൊമെൻറ്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെയൊക്കെ സൗഹൃദങ്ങളുടെ ഡെഫിനിഷൻ എന്താണ്? എന്നെ സംബന്ധിച്ച് നമുക്ക് ആരുടെ ഒപ്പമായിരിക്കുമ്പോഴാണോ നമ്മളായിരിക്കാൻ പറ്റുക, യാതൊരു മറച്ചുവയ്പ്പുകളും ഇല്ലാതെ ആകാശത്തിന് കീഴിലുള്ള എന്തിനെക്കുറിച്ചും വളരെ ഓപ്പണായി സംസാരിക്കാൻ പറ്റുക, നമ്മുടെ ഇമോഷൻസൊക്കെ യാതൊരു മറവുകളും കൂടാതെ പ്രകടമാക്കാൻ പറ്റുക. അതിപ്പോൾ ചിരിയായാലും കരച്ചിലായാലും സങ്കടമായാലും ദേഷ്യമായാലും അല്ലെങ്കിൽ ഉപദേശങ്ങളുടെ രൂപത്തിലായാലും ശാസനകളായാലും വിമർശനങ്ങളായാലും കളിയാക്കലുകളും പരിഭവങ്ങളും ഒക്കെയും എല്ലാം സ്നേഹം കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കംഫർട്ട് പ്ലേസ്. അതാണ് എനിക്ക് സൗഹൃദം. അതെ, ഞങ്ങൾ സൗഹൃദങ്ങളാൽ സമ്പന്നരാണ്. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഒന്നിച്ച് കളിച്ചും ഇണങ്ങിയും പിണങ്ങിയും വളരുന്നവർ. നാടും വീടും വീട്ടുകാരെയും വിട്ട് ദൂരങ്ങളിൽ ചേക്കേറിയ ഞങ്ങൾക്ക് ബന്ധനങ്ങൾ ഇല്ലാതെ ബന്ധങ്ങളായവർ. അവരിൽ ചിലരെയാണ് ഇന്ന് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. ഇന്ന് ശങ്കുചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ചെറിയൊരു ലഞ്ച്, കേക്ക് കട്ടിങ്, അതാണ് പ്ലാൻ. നമ്മൾ എവിടെ കൂടിയാലും ആ വീട് നമ്മുടെ വീട് പോലെ തന്നെയാണ്. ആ കിച്ചൺ നമ്മുടെ കിച്ചണാണ്. ഒന്നിച്ച് കുക്ക് ചെയ്യും, ക്ലീൻ ചെയ്യും. ഒരുവിധം വീട്ടിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ഒരാൾ അമ്മയാകും. അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കും, അവരെ ഉറക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ. ലെക്സസ് ചേച്ചിയും അഞ്ജുവും ബേബി നെസസിറ്റീസിനെ കുറിച്ചുള്ള ചർച്ചയിലാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ശങ്കുചേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനമെന്ന്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ വീഡിയോ ഇട്ടതൊന്നും ഇവരാരും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ആർക്കോട്ട് ഷെയർ ചെയ്തിട്ടുമില്ല. ഇനിയിപ്പം 1-2 വീഡിയോസൊക്കെ പുറത്ത് വരട്ടെ, അതിനുശേഷം ഇവർക്കൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ബീഫാ. ഇത് ഷ്രെഡഡ് ചിക്കൻ ഇങ്ങനെ ഇരിക്കും. അത് ഷ്രെഡഡ് ചിക്കനാ. ഷ്രെഡഡ് ചിക്കൻ എടുക്കാനുള്ളത് അല്ല, ഇത് ചിക്കനാ. എന്താ ചെയ്യണേ? ഇവിടെ വളരുന്ന കുട്ടികൾ മിക്കവാറും എല്ലാവരും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അവർക്ക് മലയാളം നന്നായി മനസ്സിലാകും, പക്ഷെ മറുപടിയൊക്കെ ഇംഗ്ലീഷിലായിരിക്കും. അതത്ര അഭിമാനത്തോടെയൊന്നുമല്ല ഞങ്ങൾ പറയുന്നതും കരുതുന്നതും. പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാത്തത് കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലും ആഫ്റ്റർ സ്കൂൾ ക്ലാസ്സിലും ഒക്കെയല്ലേ. അവിടെ ആരാ മലയാളം പറയാൻ? കമ്മണിക്കുട്ടി ശങ്കുചേട്ടന് ഈ കേക്ക് കട്ടിങ് ഒരു സർപ്രൈസ് ആയിരുന്നു. ഈ കേക്ക് കട്ടിങ് ഒക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. നമ്മൾ എല്ലാവരുടെയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ കഴിവതും ശ്രമിക്കാറുണ്ട്. സെയിം ഡേറ്റിലൊന്നും ആവില്ല. കുട്ടികളുടെ സ്കൂളും നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് അതെങ്ങനെ സാധിക്കാനാണ്. എങ്കിലും കഴിയുന്നതും തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെ ചെറുതായി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. സാഹചര്യങ്ങൾ അനുസരിച്ച് പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യും. ഈ വാങ്ങുന്ന കേക്കൊക്കെ ആരും മുഴുവനായി കഴിച്ചു തീർക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ കിട്ടുന്നതിൽ ഏറ്റവും ചെറിയ കേക്കാണ് ഞങ്ങൾ വാങ്ങുക. അല്ലെങ്കിലും കേക്കിൻ്റെ വലുപ്പത്തിലല്ലല്ലോ, നമ്മൾ ഓരോരുത്തരുടെയും സ്പെഷ്യൽ ഡേ ഓർത്തിരിക്കുന്നുണ്ട് എന്നതിലല്ലേ കാര്യം. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരുടെയും ബർത്ത്ഡേ എഴുതി വെച്ച് ഫോണിൽ ഒരു ദിവസം മുമ്പേ തന്നെ റിമൈൻഡർ സെറ്റ് ചെയ്ത് കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്യുന്നത് മിക്കവാറും ഞാൻ തന്നെയാവും. എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഒരു കപ്പ് കേക്കെങ്കിലും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ എനിക്കെന്തോ വിഷമമാണ്. അതുകൊണ്ട് തന്നെയാവും എൻ്റെ ബർത്ത്ഡേ ഇവരൊക്കെ ചേർന്ന് ഏറ്റവും സ്പെഷ്യൽ ആക്കാറുണ്ട്. 4 മണി കഴിഞ്ഞ സ്ഥിതിക്ക് ചായ കൂടി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് ചായക്കൊപ്പം കഴിക്കാൻ അവൽ നനച്ചതാണ് ശങ്കുചേട്ടൻ്റെ ഫേവറേറ്റ് സ്നാക്ക്.
ലെക്സേജ് പറയും ശങ്കുവിനെ സന്തോഷിപ്പിക്കാൻ കുറച്ച് അവൽ നനച്ച് പാത്രത്തിൽ അടച്ചു വെച്ച് കൊടുത്താൽ മതിയെന്ന്. അത് തുറക്കുമ്പോൾ ഒരു 100 വോൾട്ട് ബൾബ് കത്തിച്ച പോലെ ഒരു ചിരിയുണ്ടെന്ന്. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടു കളയാം. മലയാളം കുറച്ച് അക്ഷരങ്ങളോട് അല്ല വാക്കുകളോട് പറഞ്ഞേ. ഇങ്ങനെയൊക്കെ കൂടുമ്പോൾ വിഷ്ണു എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ആയിട്ട് വരും. ഇതിപ്പോൾ ആരൊക്കെ കഠിനമായ മലയാളം അക്ഷരങ്ങൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നു എന്നുള്ള വിലയിരുത്തലാണ്. അമ്മയാണെങ്കിൽ ഇവിടെ അന്തം വിട്ടിരിക്കുകയാണ്. ഈ പിള്ളേർ ഇത് എന്തൊക്കെയാ ചെയ്യണമെന്നായിരിക്കും മനസ്സിൽ കരുതുക. കുട്ടികളെ ഓടിച്ചു വിട്ടിട്ട് ഇപ്പോൾ ഞങ്ങൾ അവർ കളിച്ച് ഗെയിം കളിക്കാൻ തുടങ്ങി. ഹൂ നോസ് മീ ബെറ്റർ ഫ്രണ്ട്സ് വേർഷൻ. ജൂലൈ അത് റെക്കോർഡിലുള്ളതാണോ പാസ്പോർട്ടിലുള്ളതാണോ ശരിക്കുള്ളതാണോ? കോപ്പി അടിക്കണം. അല്ല, ബർത്ത്ഡേ മന്ത് രണ്ടാമത്തെ അതെനിക്കറിയാം കേട്ടോ. അല്ല ഇതില്ലേ ലൈസൻസ് ഇല്ലേ? ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയെന്ന് പറഞ്ഞുള്ള ലെക്സസേച്ചിയുടെ ആഘോഷമാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ ഒരു ദിവസം കടന്നുപോയി. നാളെ മുതൽ വീണ്ടും സ്കൂളും ജോലിയുമൊക്കെ എല്ലാവരും ഓരോരുടെ തിരക്കുകളിലേക്ക് കടന്നു. ഇന്ന് നിങ്ങൾ ജസ്റ്റ് 3 ഫാമിലീസിനെയാണ് കണ്ടത്. ഈ ഗ്രൂപ്പിലെ മിസ്സിംഗ് പസിൽസ് ഇനിയുമുണ്ട്. ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ഇന്ന് വരാൻ പറ്റാതെ പോയവർ, അവരെയൊക്കെ വഴിയെ പരിചയപ്പെടുത്താം. Friends who become family are the rare souls who choose to stay in our life no matter what. They offer unwavering support, trust and love, becoming an essential part of our journey. These friendships go beyond the surface, creating a deep connection where shared experience and understanding form the foundation of a bond that feels us close as family. Here, it's not the end. These friends are just small but significant part of our life. We are so blessed to have many more, and we will introduce them in time.